അഗത കുര്യൻ, ഇതെങ്ങനെ നമ്മൾ ആലുവയിൽ ഇത് കണ്ടു, ആലുവയിൽ നമ്മൾ പിന്നീടും കണ്ടു, സംസ്ഥാനത്ത് പലയിടത്ത് കാണുന്നുണ്ട്. കൊലപാതകത്തിലേക്ക് എത്തുന്നില്ലെങ്കിൽ കൂടിയും വീട്ടകങ്ങളിൽ പുറത്തു പറയാതെ പലരും കുട്ടികൾക്ക് ഉണ്ടാകുന്ന ദുരനുഭവങ്ങൾ ചോദിച്ചാൽ, ആത്മാർത്ഥമായി ചോദിച്ചാൽ പല വീട്ടുകാർക്കും, പല അമ്മമാർക്കും, പക്ഷെ അച്ഛന്മാർ അറിയണമെന്നില്ല, പല അമ്മമാർക്കും ഇത്തരം ദുരനുഭവങ്ങൾ പറയാനുണ്ടാകും. അഗത, ഇത് വെക്കേഷൻ കാലമാണ്, കുട്ടികൾ കളിക്കാനൊക്കെ പുറത്തു പോകുന്ന കാലമാണ്, കുട്ടികൾ കൂട്ടുകൂടി നടക്കുന്ന കാലമാണ്. പല ക്യാമ്പുകളിലും അല്ലാതെയുമൊക്കെ കുഞ്ഞുങ്ങൾ നിഷ്കളങ്കമായ മനസ്സോടെ, ഏതെങ്കിലും തരത്തിലുള്ള ഭീതിയില്ലാതെ, ദ്വേഷമില്ലാതെ കുഞ്ഞുങ്ങൾ കളിച്ചു നടക്കുന്ന കാലമാണ്. ആ കാലത്തിൻ്റെ തുടക്കത്തിൽ ഉണ്ടാകുന്ന ഇത്തരം ഒരു അങ്ങേയറ്റം അതിഭീകരമായ, വലിയ വേദനാജനകമായ ഈ സംഭവം എങ്ങനെയാണ് നമുക്ക് പാഠമാകേണ്ടത്? രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് അഗത? എനിക്ക് തോന്നുന്നു ഇത് വളരെ നമ്മളെ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. കാരണം കൊച്ചുകുട്ടികൾ എന്ന് പറയുമ്പോൾ അവരുടെ ഓമനത്തം കൊണ്ടും നിഷ്കളങ്കത കൊണ്ടും സഹജമായ ചിരി കൊണ്ടും സന്തോഷം കൊണ്ടൊക്കെ നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്ന, അല്ലെങ്കിൽ എപ്പോഴും ഓടിക്കളിക്കുന്ന ഒരു വ്യക്തികളാണ്. ഇപ്പോൾ ഈ ഒരു സംഭവമാണെങ്കിലും ഒരു അധ്യാപിക എന്ന നിലയിൽ വളരെ വലിയൊരു ട്രോമയാണ്. അത് കേൾക്കുമ്പോഴേ നമുക്ക് ഉണ്ടാകുന്ന ഒരു ട്രോമയാണ്. എനിക്ക് തോന്നുന്നു എല്ലാ മനുഷ്യർക്കും, മലയാളികൾക്ക് ഒട്ടനകം ഉണ്ടാക്കി തന്നിരിക്കുന്ന ഇത് വലിയൊരു ഞെട്ടലാണ്. ഇതിൽ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച, അല്ലെങ്കിൽ ഇനി ഏറ്റവും കൂടുതൽ ആകുലപ്പെടുത്തുന്ന ഒരു കാര്യം, അധ്യാപിക എന്ന നിലയിൽ ചിന്തിക്കുമ്പോൾ പല രക്ഷിതാക്കൾ ഉൾപ്പെടെ സംസാരിച്ചിട്ടുണ്ട്, സ്കൂളിൽ വിടരുമ്പോൾ ഞങ്ങൾക്കൊരു ആശ്വാസമാണ് എന്നുള്ളത്. അപ്പോൾ എത്രത്തോളം നമ്മുടെ കുട്ടികൾ അവരുടെ കുടുംബങ്ങളിൽ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത്, ഇപ്പോൾ ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്ന, രക്ഷിതാക്കൾ ജോലിക്ക് പോകുന്ന ഒരു കുടുംബമാണെങ്കിൽ തൊട്ടടുത്ത വീട്ടിലായിരിക്കും കുട്ടികളെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രാൻഡ് പേരൻസിൻ്റെ അടുത്തായിരിക്കും. പക്ഷെ അവരൊക്കെ എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ളൊരു വലിയ ചിന്തയാണ് ഇപ്പോൾ ഈ ഒരു സംഭവത്തിലൂടെ കേരളത്തെ ഒട്ടാകെ ബാധിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. മാത്രമല്ല, ഈ ഒരു കാര്യം എനിക്ക് പേഴ്സണലി ഈ ഒരു സംഭവത്തിൽ നമ്മൾ ഒരു അധ്യാപിക എന്ന നിലയിൽ കൂടി ചിന്തിക്കുമ്പോൾ തോന്നി മറ്റൊരു കാര്യം, നമ്മൾ ഗുഡ് ടച്ച് ബാഡ് ടച്ച് അല്ലെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ സ്കൂളിൽ കൊടുക്കണം എന്നുള്ളൊരു കാര്യം വന്നപ്പോൾ അതിനെ നിശിതം എതിർത്തിരുന്ന ആളുകൾ വളരെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൽ ഈ ഒരു സംഭവത്തിൽ വളരെ കൃത്യമായി തനിക്ക് നേരെയുണ്ടായ ഒരു അതിക്രമത്തെ, അല്ലെങ്കിൽ ഒരു ലൈംഗിക അതിക്രമത്തെ ഉൾപ്പെടെ ആ കുട്ടിക്ക് തിരിച്ചറിയാൻ സാധിച്ചു. അത് അമ്മയോട് പറയേണ്ട ഒരു കാര്യമാണെന്ന് അവന് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളത് നമ്മുടെ സ്കൂളുകളിലും നമ്മുടെ സർക്കാർ ഉൾപ്പെടെ കൊണ്ടുവന്ന വിദ്യാഭ്യാസ രീതിയുടെ ഒരു വലിയ മെച്ചമായിട്ട് ഞാൻ കാണുകയാണ്. ഇതിപ്പോൾ പറയുന്നത് ശരിയല്ലായിരിക്കാം, പക്ഷേ അതും കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ഇതിനൊരു അടുത്ത ഘട്ടമാണ് എന്ന് പറയുമ്പോൾ പോലും നമ്മൾ കാലങ്ങളായി, നമ്മൾ പതിറ്റാണ്ടുകളെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണം. അപ്പോഴേക്കും അതിന് മറ്റ് പല മാനങ്ങൾ വരും. ഒരു ബെഞ്ചിൽ നിന്ന് പഠിച്ചാൽ എന്തോ സദാചാരം ഇടിഞ്ഞു വീഴും എന്നുള്ള നിലപാടുകൾ വരും, സർക്കാർ പിന്തിരിയും. നമ്മൾ ഈ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നതിൽ നിന്ന് ഒരടി മുന്നോട്ട് പോയിട്ടില്ല കേട്ടോ അഗത കുര്യൻ. ഇല്ല, പോയിട്ടില്ല. പോയത് വളരെ ചുരുക്കം അധ്യാപകരാണ്. അതിൻ്റെ വലിയൊരു പ്രശ്നം നമ്മൾ മറ്റൊരു തലത്തിലാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. ഇത് ആര് പഠിപ്പിക്കുന്നു? ഈ പറയുന്ന സെക്സ് എഡ്യൂക്കേഷൻ സ്കൂളുകളിൽ ആരാണ് പഠിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ പരമ്പരാഗതമായ BEd കോഴ്സുകളെക്കുറിച്ചും ടീച്ചിങ് രീതികളെക്കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതൊരു മറ്റൊരു വിഷയമാണ്. പക്ഷെ എനിക്കിതിലിപ്പോൾ സൂചിപ്പിക്കാനുള്ളത്, എന്തുകൊണ്ട് ഈ കുട്ടിക്ക് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടായി എന്നതുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തൻ്റെ നേരെ ഉണ്ടായ ലൈംഗിക അതിക്രമത്തെ എതിർക്കാൻ അവന് സാധിക്കുന്നില്ല. സെൽഫ് ഡിഫെൻസ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ കൂടുതൽ നമ്മൾ സ്കൂളുകളിലേക്ക് കൊണ്ടുവരണമെന്നൊരു അഭിപ്രായമാണ് ഒരു അധ്യാപിക എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. നമ്മുടെ സ്കൂളുകളിൽ ഇപ്പോൾ കരാട്ടെ ഉൾപ്പെടെയുള്ള സെൽഫ് ഡിഫെൻസ് ട്രെയിനിങ്ങുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് 6 മുതൽ മുകളിലേക്കുള്ള കുട്ടികളെയാണ് നമ്മളത് പഠിപ്പിച്ചെടുക്കുന്നത്. എന്തുകൊണ്ട് അത് താഴേക്കിടയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു? തനിക്ക് നേരെ ഉണ്ടാകുന്ന ഒരു അതിക്രമത്തെ നേരിടാൻ, അത് എത്തരത്തിലുള്ള അതിക്രമമാണെങ്കിലും അത് അതിക്രമമാണെന്ന് തിരിച്ചറിയാനും അതിനെതിരെ എതിർക്കുവാനും നമ്മുടെ കുട്ടികളെ നമ്മൾ പ്രാപ്തരാക്കേണ്ടതില്ലേ? അത് നമ്മൾ കതിരിൽ കൊണ്ട് വളം വയ്ക്കുന്നത് പോലെ ഒരു +1 +2 കാലഘട്ടത്തിലോ അല്ലെങ്കിൽ അവരുടെ കൗമാര കാലഘട്ടത്തിലോ ചെയ്യുന്നതിനപ്പുറത്തേക്ക് ആ കുഞ്ഞുനാൾ മുതലേ അവരതിനെ പരിശീലിപ്പിച്ചെടുക്കേണ്ടത് കൂടി ഇല്ലേ എന്നുള്ളത് കൂടി ഞാൻ ഈ അവസരത്തിൽ ആലോചിക്കുകയാണ്. ഒരു സംഭവം നടക്കുമ്പോൾ നമ്മൾ അതിൽ വിലാപമുണ്ടാവും, നമ്മളിങ്ങനെ ചർച്ച ചെയ്യുന്നു എന്നതിനപ്പുറത്ത് അത് ആവർത്തിക്കാതിരിക്കാനുള്ള സാധ്യതകൾ കൂടി എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് ഒരു പൗരാവലി എന്ന നിലയിൽ, ഒരു ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്നൊരു സംശയം കൂടി ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ് ഹാഷ്മി.